ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ ആൻഡ് മ്യൂസിക് സീരീസ് ഓഫ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പ്രമേഹത്തെ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അക്യൂട്ട് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ക്രോണിക് കോംപ്ലിക്കേഷൻസ്, അതായത് വിദൂര ഭാവിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. അപ്പോൾ എന്താണ് ഈ തൈറോയ്ഡ് എന്ന് നോക്കാം. സാധാരണ ഈ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് വശങ്ങളിലായി രണ്ട് ലോബായിട്ട് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. അപ്പോൾ ഈ തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള 2-3 ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. T3 T4 എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ടാക്കും. അത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തൈറോയിഡിനെ ബാധിക്കുന്ന അസുഖങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം മെയിനായിട്ട്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും, രണ്ട് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോടോക്സിക്കോസിസ് എന്ന് പറയും. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം സാധാരണയിൽ വിട്ട് കമ്മിയാവുന്നതിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതായത് തൈറോയിഡ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് സാധാരണയിൽ വിട്ട് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഈ ഹോർമോൺസിൻ്റെ അളവ് സാധാരണയിൽ വിട്ട് കൂടുക. അപ്പോൾ ഇതിൻ്റെയും രണ്ടും രണ്ട് അസുഖങ്ങളാണ്. രണ്ടിൻ്റെയും സിംറ്റംസും രണ്ടിൻ്റെയും പ്രത്യാഘാതങ്ങളും രണ്ട് രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈപ്പോ തൈറോയിഡിസത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം സാധാരണയിൽ വിട്ട് കമ്മിയാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സാധാരണയിൽ വിട്ട് എങ്ങനെയാണിത് കമ്മിയാകുന്നത് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അത് ചിലർക്ക് അങ്ങനെ ഹോർമോണിൻ്റെ അളവ് സാധാരണയിൽ വിട്ട് കമ്മിയാവുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ രോഗികളിൽ പ്രത്യേകിച്ച് സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസിലേക്ക് ക്ഷീണം അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സിംറ്റംസ് എല്ലാം വരികയാണ്. പിന്നെ പ്രത്യേകിച്ച് ആ രോഗികൾക്ക് പ്രമേഹമൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ സ്റ്റാറ്റസ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ബ്ലഡ് എടുത്ത് നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺസ് T3 T4 TSH നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണോ നോർമലാണോ കുറവാണോ എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ മെയിനായിട്ട് കാണാറുണ്ട്. ഒന്ന് ഗോയിട്രസ് ഹൈപ്പോ തൈറോയിഡിസം, പിന്നെ ഒന്ന് നോൺ ഗോയിട്രസ് ഹൈപ്പോ തൈറോയിഡിസം. ഈ ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോയിഡിലുണ്ടാകുന്ന മുഴയനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പല പേഷ്യൻസിനും ഗോയിറ്റർ ഉണ്ടാവും, പക്ഷേ തൈറോയിഡിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഹോർമോൺ ഉൽപ്പാദനം നോർമലായിരിക്കും. ചില പേഷ്യൻസിൽ ഗോയിറ്റർ ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൽ വ്യത്യസ്തത ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പല രീതിയിലായിട്ടാണ് കാണാറ്. അപ്പോൾ എങ്ങനെയാണ് ഒരു രോഗിക്ക് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെന്ന് നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ, ആ രോഗിയുടെ ബ്ലഡ് എടുത്ത് നമ്മൾ ഈ ഹോർമോൺസിൻ്റെ ലെവൽ T3 T4 TSH നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സാധാരണ ഇതിൻ്റെ സിംറ്റംസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് നമുക്ക് ക്ലാസിക്കലായിട്ടുള്ള സിംറ്റംസ് എല്ലാം എല്ലാ രോഗികളും ഉണ്ടാവണമെന്നില്ല. എന്നാലും സിംറ്റംസ് എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രത്യേകം തടി കൂടുക, ശരീരത്തിൽ നീര് വരിക, കിതപ്പ്, ക്ഷീണം, പിന്നെ ഒരു ഡൾനെസ്, പൊതുവെ ഒരു ഡൾനെസ്, ഇങ്ങനെയുള്ള സിംറ്റംസ് സാധാരണ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിനോട് പുറമെ ചില പേഷ്യൻസിന് മുടി കൊഴിച്ചിൽ എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ പിരിയത്തിൻ്റെ സൈഡിലുണ്ടാവുന്ന, പിരിയത്തിൻ്റെ ഈ പുറം ഭാഗങ്ങളിലുണ്ടാകുന്ന മുടിയാണ് സാധാരണ കൊഴിയുന്നത്. പക്ഷേ ഈ വക സിംറ്റംസ് എല്ലാം എല്ലാ പേഷ്യൻസിനും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. 1% താഴെയുള്ള രോഗികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനത്തെയുള്ള സിംറ്റംസ് എല്ലാം ഉള്ള രോഗികളാണെങ്കിൽ അവർക്ക് എന്തായാലും നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സിംറ്റംസ് ഇല്ലെങ്കിലും നമ്മൾ റുട്ടീൻ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഷുഗർ കൊളസ്ട്രോളൊക്കെ നോക്കുന്ന രീതിയിൽ പോലെ തന്നെ നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം വളരെ എളുപ്പത്തിൽ നിർണ്ണയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചില പേഷ്യൻസ് ചോദിക്കും, എനിക്ക് തൈറോയിഡിൻ്റെ മുഴയുണ്ട്, അത് വല്ല പ്രശ്നമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ നമ്മൾ FNAC എന്നൊരു ടെസ്റ്റ് ചെയ്യും. അതായത് ഒരു നീഡിലിട്ട് അതിലെ തൈറോയിഡിലത്തെ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് FNACയിൽ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്ന് പറയും. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രൊസീജിയറാണ്. അതായത് നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്നതാണ്. രോഗിക്ക് വേദനയോ അതിനുശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസോ ഒന്നും സാധാരണ ഉണ്ടാവില്ല. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഗോയിറ്ററായി മുഴ പ്രശ്നമുള്ള മുഴയാണോ, അത് വേറെ ഏതെങ്കിലും ഇതിൽ തിരിയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം അറിയാൻ സാധിക്കും.
പിന്നെ നമ്മൾ തൈറോയിഡിൻ്റെ സ്കാൻ സാധാരണ ചെയ്യാറുണ്ട്. അത് ഈ FNACയോട് കൂടി തന്നെ നമ്മൾ സ്കാൻ ചെയ്യും. പ്രത്യേകിച്ച് ക്യാൻസർ എല്ലാം നമ്മൾ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ FNACക്ക് പുറമെ നമ്മൾ തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്യും. പിന്നെ തൈറോയിഡ് സ്പെസിഫിക് ആൻറ്റിബോഡി എന്നുള്ളൊരു ആൻറ്റിബോഡി കൂടി നമ്മൾ സാധാരണ ഈ തൈറോയിഡിൻ്റെ വർക്കപ്പിന് കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ പല പേഷ്യൻസും ചോദിക്കുന്നതാണ്, എനിക്ക് തൈറോയിഡ് മുഴയുണ്ട്, അപ്പോൾ ഞാനത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരവാണ് ഈ FNAC ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ രോഗിക്കാണ് നമ്മൾ ഓപ്പറേഷൻസ് സജസ്റ്റ് ചെയ്യാറ്. അല്ലാത്ത രോഗികളിൽ സാധാരണ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയും, നിങ്ങൾ ഒരു 6 മാസത്തിനുള്ളിൽ FNAC ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴും ഇതുപോലത്തെ തന്നെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിങ്ങനെ 6 മാസത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ സമയത്ത് നമുക്ക് സർജറി ചെയ്യോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇനി തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ രോഗികൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ സാധാരണ ഗുളികകൾ കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്. ഈ ഗുളികകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുളികൾ സാധാരണ വെറും വയറ്റിൽ തന്നെ കഴിക്കണം. അത് രാവിലെ എണീച്ച വഴിക്ക് തന്നെ കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് തൈറോയിഡിൻ്റെ ഹോർമോൺ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് സാധാരണ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇനി ഇതാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോടോക്സിക്കോസിസ് എന്താണെന്ന് പറയും. ഈ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള സംഭവമാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും ലക്ഷണങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം മെയിനായിട്ട് ബാധിക്കുന്നത് ഹൃദയത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വേണം ഹൈപ്പർ തൈറോയിഡിസം ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസും സാധാരണ അങ്ങനെ സിംറ്റംസ് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തൈറോയിഡ് ആണെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് വളരെ ചുരുക്കം ആൾക്കാരിലാണ്. അവർക്ക് ഹൃദയമിടിപ്പ് കൂടുക, വിയർക്കുക, തലയിൽ പെരുപ്പ് വരിക, പിന്നെ നെഞ്ചിടിപ്പ്, പിന്നെ ഈ വയറ്റിൽ ഇടയിലിടയിൽ കക്കൂസ് പോകാൻ തോന്നുന്ന അവസ്ഥ, ടെൻഷൻ, മെയിനായിട്ട് ടെൻഷനാണ്. പിന്നെ കണ്ണിങ്ങനെ ഉന്തി വരുന്നു എന്നുള്ള ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിട്ടാണ് രോഗികൾ വരിക. പക്ഷേ ഇങ്ങനെയുള്ള രോഗികൾ വന്നാൽ എന്തായാലും ഒരു അങ്ങനെ രോഗികൾ ഒരു 99% ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അത് നിർണ്ണയിക്കാറുള്ളൂ. ഇപ്പോൾ ടെൻഷൻ എന്നൊക്കെ വന്ന് പറയുകയാണെന്ന് വെച്ചാൽ രോഗികൾ ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആയിക്കൊള്ളുന്നില്ല, മറ്റു പല കാരണം കൊണ്ടും ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് ഹൈപ്പർ തൈറോയിഡിസം ആണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് പുറമെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെതായ ടെസ്റ്റുകൾ, ECG അല്ലെങ്കിൽ എക്കോകാർഡിയോഗ്രാം അങ്ങനെയുള്ള ടെസ്റ്റുകൾ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഈ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് മെയിനായിട്ട് ബ്ലഡ് എടുത്ത് T3, T4, TSH എന്ന ഹോർമോൺ ലെവൽ നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹോർമോണിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണോ ഹൈപ്പർ തൈറോയിഡിസം ആണെന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുന്നു. ഇപ്പോൾ രോഗികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞാൻ ഈ ഗുളികളെല്ലാം ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്ന്. പക്ഷേ അതിനുള്ള ഉത്തരം പെട്ടെന്ന് അങ്ങനെ പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ തൈറോയിഡ് ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻസൊക്കെ ആണെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. കാരണം ആ ഹോർമോൺ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ വേറെ മറ്റ് കാരണം കൊണ്ടുള്ള ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ അത് നോർമലായാൽ തൽക്കാലം മരുന്ന് നിർത്തുകയും പിന്നെ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചികിത്സ വീണ്ടും തുടരുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. മരുന്നുകൾ സ്ഥിരമായി പറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഈ ഹൈപ്പർ തൈറോയിഡിസം അതുമൂലം ഹാർട്ടിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില രോഗികൾ ചോദിക്കുന്ന സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ തൈറോയിഡിൻ്റെ അസുഖമുള്ള രോഗിയാണ് ഞാൻ, അപ്പോൾ എനിക്ക് ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ ഇങ്ങനെയുള്ള ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിക്കുമോ എന്നാണ്. പക്ഷേ ഇതിന് യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമില്ല. ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. ഇത് കഴിക്കാത്ത ആൾക്കാർക്ക് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ അയഡിൻ കണ്ടൻറ്റ് കുറവാണ്, അയഡിൻ കണ്ടൻറ്റ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരിൽ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വക ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് യാതൊരു നമ്മൾ അതിനൊരു വിലക്കും കൽപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ തൈറോയിഡ് ഇപ്പോൾ മുഴ ഉള്ള രോഗികളാണെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ മുഴ ഓപ്പറേറ്റ് ചെയ്യണോ? അപ്പോൾ അങ്ങനെ മുഴ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? സാധാരണ ഒരു ചെറിയൊരു മുഴയാണ്. FNAC സ്കാനൊക്കെ ചെയ്തിട്ട് നോർമലാണെങ്കിൽ
അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കോസ്മെറ്റിക് പർപ്പസ്, അതായത് പുറമേ കാണുമ്പോൾ വളരെ വൈരൂപ്യം ഉള്ള രോഗികൾ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഓപ്പറേഷൻ വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില FNAC ചെയ്യുമ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെതായി ചില അസുഖങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെയുള്ള അസുഖങ്ങൾ ചിലപ്പോൾ ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനും നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് ക്യാൻസറുള്ള തൈറോയിഡിൽ ബാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ തൈറോയിഡിൻ്റെ മുഴ ഫ്രണ്ടിലേക്കാണ് വളരുന്നത്, പക്ഷേ അത് ഉള്ളിലേക്ക് വളരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് തൈറോയിഡ് ഉള്ളിലേക്ക് വളരുന്നത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ സാധാരണ ശ്വാസതടസ്സം അല്ലെങ്കിൽ വിട്ടുമാറാതെ ഉള്ളൊരു ഡ്രൈ ചുമ ഉണ്ടാവാം, ശബ്ദത്തിൻ്റെ മാറ്റം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ അത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയാണ് നല്ലത്. ഇനി നമ്മൾ ഈ മരുന്നുകൾ എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളതെല്ലാം ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മളായിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യലോ മരുന്ന് തൽക്കാലം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയല്ല. ഇനി ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളതാണ്, ഈ തൈറോയിഡിൻ്റെ സൈഡിലായിട്ട് ബാക്കിൽ കണ്ടുവരുന്ന 2 ചെറിയ ഗ്രന്ഥികളുണ്ട്. അതിനാണ് പാരാതൈറോയിഡ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡിലും ഈ 2 ഗ്രന്ഥികൾ വീതം 4 ഗ്രന്ഥികളുണ്ട്. അപ്പോൾ ഈ 4 ഗ്രന്ഥികളുടെയും പ്രവർത്തനം ശരീരത്തിന് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു ജോലി. അപ്പോൾ ആ പാരാതൈറോയിഡ് ഹോർമോണിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി, അതായത് അപര്യാപ്തത വരികയാണെങ്കിൽ ബ്ലഡിലുണ്ടാകുന്ന കാൽസ്യത്തിന് ഏറ്റക്കുറച്ചിൽ വരികയും അത് എല്ലുകളെ ബാധിക്കുകയും എല്ല് സംബന്ധമായ എല്ല് തേയ്മാനം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വേദനകൾ ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഹൈപ്പോപാരാതൈറോയിഡിസം എന്ന് പറയുന്നതിന്, അപ്പോൾ ഈ ഹൈപ്പോപാരാതൈറോയിഡിസം ഉണ്ടാകുമ്പോൾ ഈ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവമാണ് ഉണ്ടാകുന്നത്. അത് വളരെ ചുരുക്കം, വളരെ റെയറായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ തൈറോയിഡ് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രന്ഥി ചിലപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് റിമൂവ് ചെയ്യും. ചെറിയ ഗ്രന്ഥി ആയതുകൊണ്ട് ചിലപ്പോൾ അത് എടുത്ത് കളയേണ്ട ഒരു അത്യാവശ്യം വരും. അങ്ങനെ വരുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത തെറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഹൈപ്പോപാരാതൈറോയിഡിസം നമ്മൾ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ കാൽസ്യം അല്ലെങ്കിൽ കാൽസിറ്റോൺ എന്നുള്ള ഹോർമോൺ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ D3 ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ എല്ല് തേയ്മാനം, എല്ല് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിന് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയുമാണ് തൈറോയിഡിനെ കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും വിമർശനങ്ങളും എല്ലാം എൻ്റെ FB മെസ്സഞ്ചറിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വരുന്നതുവരെ ദിസ് ഇസ് ഡോക്ടർ ബാബുരാജ് സൈനിങ് ഓഫ്.